11ാം ആഴ്ചയിലെ അവസാന ദിവസം മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആതിരയെ പുറത്താക്കുന്നെന്ന് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്ത് ആതിര എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പ്രധാന വാതിലിലൂടെ വരാൻ പറഞ്ഞ് നൂറയെ കെട്ടിപ്പിടിച്ച് ആതിര കരയാണ്. നൂറ പറയുന്നു, കരയണ്ട ബേബി, എനിക്ക് കരയുന്ന ഇഷ്ടമല്ലെന്നറിയാമല്ലോ, കരയണ്ടെന്ന് പറയുന്നത്. ഇല്ല, ഞാൻ കരയത്തില്ല എന്ന് പറയുന്നത്. എന്നിട്ട് നൂറ പറയുന്നത്, ഞാൻ കരയത്തില്ല എന്ന് പറയുന്നത്. അനുമോളെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അനുമോളും നൂറയും ആതിലയും കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നു. അനുമോൾക്ക് നല്ല സങ്കടം ഉണ്ടെന്നും മുഖം കാണുമ്പോഴേ അറിയാം. അനുമോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ അക്ബർ വരുന്ന അക്ബറിനെയും അനീഷിനെയും നിവിനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ആതില. കെട്ടിപ്പിടിക്കുന്നത് എല്ലാവരോടും യാത്ര പറയുന്നു. അനീഷിനോട് പറയുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കണേ, ഒന്ന് മനസ്സിൽ വെച്ചേക്കില്ലേ എന്ന് പറയുന്നു. അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെവിൻ വരുന്നത് നെവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ ഷാനവാസിനോട് യാത്രയും പറയുന്നില്ല, കെട്ടിപ്പിടിക്കത്തില്ലെന്നും പറയുന്നു. ഞാൻ ഷാനവാസിനോട് യാത്ര പറയത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ആതില പുറത്തോട്ട് ഇറങ്ങുന്നത്. പുറത്തോട്ട് വന്നു കഴിയുമ്പോഴാണ് ആതില അറിയുന്നത് അത് ഫ്രാങ്കായിരുന്നെന്ന്. അപ്പോഴാണ് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നത്. ഷാനവാസിനോടൊപ്പം നൂറ പറയുന്നത്, എന്തൊരു അഭിനയമായിരുന്നു, ഇങ്ങനെയൊന്നും കാണിക്കില്ല കേട്ടോ, ഇങ്ങനെയൊന്നും അഭിനയിക്കില്ലെന്ന് നൂറ പറയുന്നത്. ആരും വിശ്വസിച്ച് പോകുമല്ലോ എന്ന് പറയുന്നത്. എന്തൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ, നിങ്ങൾക്ക് പറഞ്ഞിട്ട് ചെയ്തുകൂടായിരുന്നോ, എന്തൊക്കെ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നത് നൂറ. അനുമോൾക്കും നൂറയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നു. അതിനേക്കാൾ ഇവർ സന്തോഷമുണ്ട് ഷാനവാസിന് അത് പറഞ്ഞതുകൊണ്ട്. ഷാനവാസ് ഇത്രയും നേരം അത് പറയാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.